ഇനി നമുക്ക് മലപ്പുറത്തെ വാർത്തയിലേക്ക് പോകാം. മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി ഏറ്റെടുത്തിട്ടും ദേവസ്വം ബോർഡ് സ്ഥാനം ഒഴിയാത്തത് ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. കോടതി വിധി നടപ്പിലാക്കാൻ കാലപരിധി ദീർഘിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇടക്കാല ഹർജി നൽകിയെന്നും ദേവസ്വം ബോർഡ് വാദിക്കുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്നും ചേരുന്നു. ശിവദാസ്, നമുക്കറിയാം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലെ ഭരണം ദേവസ്വം ബോർഡിൽ നിന്നും അത് ക്ഷേത്രം ട്രസ്റ്റി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, അത് കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു നടപടി ഉണ്ടായത്. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ കോടതി വിധി ഉണ്ടായിരുന്നത് കൊണ്ട് ക്ഷേത്രം ട്രസ്റ്റി കഴിഞ്ഞ ദിവസം നേരിട്ട് ക്ഷേത്രത്തിൽ വന്ന് നോട്ടീസ് പതിച്ച് ക്ഷേത്രം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ദേവസ്വം ബോർഡ് ഭരണം പൂർണ്ണമായി കൈമാറാൻ തയ്യാറാവുന്നില്ല. അതിന് റിട്ടയർ ഹർജി നൽകുന്നുണ്ട്, കോടതി വിധി ഇനിയും വരേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ക്ഷേത്ര ഭരണത്തെ, ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്താണ് ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ക്ഷേത്രം ട്രസ്റ്റി അവിടെയുണ്ടോ? ദേവസ്വം ബോർഡ് ഭരണാധികാരികളുമുണ്ടോ? അപ്പോൾ അധികാര കൈമാറ്റം ക്ഷേത്രത്തിൽ ഒരു വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ടോ? ശിവദാസ്. തീർച്ചയായും വിനോദ്, ഇപ്പോഴും ദേവസ്വം ബോർഡ് മുക്താപോക്ക് നയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തെ തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഭരണം ട്രസ്റ്റികൾക്ക് കൈമാറിയിട്ടില്ല. ഹൈക്കോടതി വിധി കൃത്യമായി തന്നെ ട്രസ്റ്റികൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. അതായത് ക്ഷേത്രത്തിൻ്റെ ഭരണം പൂർണ്ണമായും മലബാർ ദേവസ്വം ബോർഡ് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധിയായിരുന്നു. അതായത് ഒരു മാസം അതിന് സമയം അനുവദിച്ചിരുന്നു. ഈ ഒരു മാസത്തിനകം മറ്റേതെങ്കിലും തരത്തിലുള്ള നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡിന് ഒരു മാസത്തെ സമയം അനുവദിച്ചിരുന്നത്. ആ ഒരു മാസം ഇക്കഴിഞ്ഞ 26-ാം തീയതിയാണ് അവസാനിച്ചത്. അതായത് മിനിഞ്ഞാന്നാണ് ആ ഒരു മാസ കാലാവധി അവസാനിച്ചത്. അതിനുശേഷം ട്രസ്റ്റി ഇത് ഏറ്റെടുക്കുകയായിരുന്നു. കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് അത് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ ട്രസ്റ്റി ഭാരവാഹികൾ, ട്രസ്റ്റി അധികാരികൾ അതിൻ്റെ കർമ്മം നിർവഹിച്ചു. ഇവിടെ ദേവസ്വം ട്രസ്റ്റി അത് ഏറ്റെടുത്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നോട്ടീസ് ബോർഡിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി അത് ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴും ഇത് കൈയൊഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഭരണസാരഥ്യം കൈയൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇപ്പോഴും മലബാർ ദേവസ്വം ബോർഡ് നിയോഗിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതും ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ട്രസ്റ്റിക്ക് പൂർണ്ണമായും ഇത് ഏറ്റെടുത്തു എങ്കിൽ പോലും അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഭരണപരമായ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇത് ഈ തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നും ഉണ്ട്. പക്ഷേ വീണ്ടും ട്രസ്റ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് വക്കീലുമായി സംസാരിക്കാനൊക്കെ ഉള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് പറയുന്നത്. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഹൈക്കോടതി വിധി അത് നടപ്പാക്കുന്നത് ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഇടക്കാല ഹർജി കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ ഇടക്കാല ഹർജിയിൽ നിലവിൽ ഉത്തരവ് വന്നിട്ടില്ല. ആ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു കോടതി വിധി അംഗീകരിക്കൂ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് അത് കൈമാറാൻ കഴിയൂ എന്നുള്ള ഒരു ന്യായമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈക്കോടതി വിധി ലംഘിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും നീക്കങ്ങളുമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി ഈ ട്രസ്റ്റികൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടും കൃത്യമായി തന്നെ വിധിയിൽ പറയുന്നുണ്ട് ഈ ഒരു മാസത്തിനകം പൂർണ്ണമായും അതിൻ്റെ എല്ലാ ഭരണകാര്യങ്ങളും അത് ട്രസ്റ്റിക്ക് വിട്ടു നൽകണം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഫയലുകളടക്കം ഈ ട്രസ്റ്റിക്ക് കൈമാറണം എന്നുള്ളതാണ് ഈ കോടതി വിധിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡ് ചെയ്തിട്ടില്ല. ഒരു ഫയലുകളും ട്രസ്റ്റികൾക്ക് കൈമാറിയിട്ടില്ല. അതിൻ്റെ ഭരണപരമായ മറ്റ് ഫയലുകളോ ഒന്നും തന്നെ ഒരു കാര്യവും കൈമാറിയിട്ടില്ല. ഇപ്പോഴും ഈ ഒരു മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് അതിൻ്റെ ഭരണ സാന്നിധ്യത്തിൽ നിന്നും പിടിവിടാതെ നിൽക്കുകയാണ്. അതായത് കൃത്യമായി തന്നെ ഒരു ആസൂത്രണം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. വീണ്ടും ഈ അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രം അത് പിടിച്ചെടുക്കാനുള്ള നീക്കം തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ട്രസ്റ്റിയും അതോടൊപ്പം തന്നെ ഭക്തരുടെയും എല്ലാം ശക്തമായ ഇടപെടലിൻ്റെ ഒരു പശ്ചാത്തലം
പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി കൂടി അത്തരത്തിൽ അനുകൂലമായി വന്നത്. നമുക്കറിയാം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം അത് നിരവധി ഒരു മതേതരത്വ ക്ഷേത്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു ഇടപെടലൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇവിടെ സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോൾ അതിൽ ഇതര മതസ്ഥയൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പിറന്നാൾ ആഘോഷമടക്കം ഈ ഓഫീസിൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഓഫീസിൽ നടത്തിയിരുന്നു. അതായത് കേക്ക് മുറിക്കുന്ന സംഭവം ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കോഴിമുട്ട അടക്കം ഉള്ള നോൺ വെജ് വിഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കേക്കാണ്. അങ്ങനെ ഒരു ക്ഷേത്രത്തെ നിലവിലുള്ള ആചാരങ്ങളും എല്ലാം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇത് കണ്ടറിഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി അത്തരത്തിൽ ഒരു ദേവസ്വം ബോർഡിന് എതിരായിട്ടുള്ള ഒരു വിധി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും ദേവസ്വം ബോർഡ് ഈ ഒരു ക്ഷേത്ര ഭരണം വിട്ടു നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതെ, തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് ശിവദാസ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. മോഹൻദാസ് പി എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ പറയുന്നത് കട്ടുമുടിച്ച് ശീലമുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒഴിയാത്തത്, ദേവസ്വം ബോർഡ് ഒഴിയാത്തത് എന്നുള്ള കമൻ്റാണ് മോഹൻദാസ് നൽകുന്നത്.